കഴിഞ്ഞ കുറച്ചു കാലമായി രജനീകാന്തിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെല്ലാം മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു. കൂടെ അഭിനയിക്കുന്നവരിൽ ക്യാമിയോ വേഷത്തിലെങ്കിലും മലയാളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂപ്പർ താരമെത്തും. ജയിലറിൽ ക്യാമിയോ റോളിൽ മോഹൻലാൽ എത്തി. പോരാത്തതിന് വർമ്മൻ എന്ന വില്ലനായി വിനായകനും. വേട്ടയ്യനിൽ ഫഹദ് ഫാസിലും മഞ്ജു വാര്യറും ഉണ്ടായിരുന്നു. കൂലിയിലാകട്ടെ സൗബിൻ ഷാഹിറും അഭിനയിച്ചു. ഇനി അടുത്തതായി ഒരുങ്ങുന്ന തലൈവർ 173ൽ ആരായിരിക്കും? അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. തലൈവർ 173ൽ മലയാളത്തിൽ നിന്ന് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കേൾക്കുന്നത് സത്യമാണെങ്കിൽ ഒരു പ്രധാന വേഷത്തിൽ തന്നെ ബേസിൽ ജോസഫ് സൂപ്പർ സ്റ്റാറിനൊപ്പം എത്തും. രജനീകാന്തിന്റെ കഥാപാത്രത്തിന്റെ മകന്റെ റോളിലായിരിക്കും ബേസിൽ എത്തുക എന്ന വാർത്തകളും പരക്കുന്നുണ്ട്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ബേസിലിനെ സമീപിച്ചതായാണ് വിവരം. അടുത്തിടെ റിലീസായ പരാശക്തിയിൽ ഒരു ക്യാമിയോ വേഷത്തിൽ ബേസിൽ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. കൂടാതെ രാവടി എന്ന ചിത്രത്തിലൂടെ കോളിവുഡിലേക്ക് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ തന്നെയാണ് ബേസിലിന്റെ ശ്രമമെന്ന് നമുക്ക് ചിത്രത്തിൻ്റെതായി പുറത്തുവന്ന ഗ്ലിംസ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. കമൽഹാസന്റെ ഉടമസ്ഥതയിലുള്ള രാജ്കമൽ ഫിലിംസ് ആണ് തലൈവർ 173യുടെ നിർമ്മാണം. ശിവകാർത്തികേയൻ ചിത്രം ഡോൺ സംവിധാനം ചെയ്ത സിബി ചക്രവർത്തിയാണ് തലൈവർ 173 സംവിധാനം ചെയ്യുന്നത്. കൂലിയാണ് ഏറ്റവും ഒടുവിലായി രജനീകാന്തിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രം. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ 2 താരത്തിൻ്റെതായി ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ. ജയിലർ ആദ്യ ഭാഗത്തെ പോലെ രണ്ടാം ഭാഗത്തിലും മോഹൻലാൽ, വിനായകൻ എന്നിവർ ഉണ്ടാകുമെന്നത് ഏതാണ്ട് ഉറപ്പാണ്. അതേസമയം കമൽഹാസനും രജനീകാന്തും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒന്നിച്ചഭിനയിക്കുന്ന പുതിയ സിനിമയുടെ ഗ്ലിംസ് വീഡിയോയും അടുത്തിടെ പുറത്തു വന്നിരുന്നു. സ്റ്റൈലൻ ലുക്കിലാണ് ഇരുവരും വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ചിത്രത്തിലെ മലയാളി സാന്നിധ്യം ഇനി ആരാകുമോ എന്ന കാര്യമൊക്കെ വഴിയേ അറിയാം. തലൈവർ 173ൽ ബേസിൽ ജോസഫിന്റെ പേരിനു പുറമെ നസ്രിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഉറപ്പിക്കാനാകില്ല. ഒരു കംപ്ലീറ്റ് എന്റർടൈനറായി ഒരുങ്ങുന്ന തലൈവർ 173യുടെ ഷൂട്ടിംഗ് ഏപ്രിലിൽ ആരംഭിക്കും. 2027 പൊങ്കൽ റിലീസായി ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് അണിയറക്കാർ ആലോചിക്കുന്നത്.